തങ്ങളുടെ ഇൻ-ആപ്പ് പേയ്മെന്റ് നിർദ്ദേശങ്ങൾ ലംഘിച്ചെന്നാരോപിച്ച് ഒട്ടേറെ ഇന്ത്യൻ ആപ്ലിക്കേഷനുകൾ ഗൂഗിൾ തങ്ങളുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് കഴിഞ്ഞ ദിവസം നീക്കം ചെയ്തിരുന്നു. Matrimony.comന്റെ ഭാരത് മാട്രിമോണി, ജോലി കണ്ടെത്തുന്നതിനുള്ള ആപ്ലിക്കേഷനായ നൗകരി തുടങ്ങിയവ ഗൂഗിൾ നീക്കം ചെയ്ത ആപ്ലിക്കേഷനുകളിൽ ഉൾപ്പെടുന്നു. പ്ലേ സ്റ്റോറിൽ നിന്ന് ചില ഇന്ത്യൻ ആപ്പുകൾ നീക്കം ചെയ്യാനുള്ള ഗൂഗിളിന്റെ നടപടി അനുവദനീയമല്ലെന്ന് കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ഗൂഗിളുമായുള്ള സർവീസ് ഫീ തർക്കം തുടരുന്നതിനിടെയാണ് മന്ത്രിയുടെ പ്രസ്താവന പുറത്തുവന്നത്. ഗൂഗിളുമായി ചർച്ച നടത്തിയതായി കേന്ദ്രമന്ത്രി അറിയിച്ചു. വൈകാതെ സ്റ്റാർട്ടപ്പുകളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും ഇവയ്ക്ക് ഇന്ത്യയിൽ സംരക്ഷണം ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. ഇത് അനുവദിക്കാൻ കഴിയില്ല. ഇത്തരത്തിൽ ആപ്പുകൾ നീക്കം ചെയ്യുന്നത് അനുവദനീയമല്ലെന്നും മന്ത്രി പ്രസ്താവനയിൽ അറിയിച്ചു. സംഭവത്തിൽ പ്രതികരിക്കാൻ ഗൂഗിൾ തയ്യാറായില്ല. ഗൂഗിളിന്റെ നീക്കത്തിനെതിരെ ഒട്ടേറെ സ്റ്റാർട്ടപ്പുകൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഗൂഗിളിന്റെ ഇൻ-ആപ്പ് ഫീസ് ഉൾപ്പെടെ നിരവധി സമ്പ്രദായങ്ങൾക്കെതിരെ ഇവർ നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു. ഇവർ നൽകുന്ന ഫീസ് ആൻഡ്രോയിഡിനെയും പ്ലേ സ്റ്റോർ സംവിധാനത്തെയും വികസിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമായി ഉപയോഗപ്പെടുത്തുമെന്നാണ് ഗൂഗിൾ അവകാശപ്പെടുന്നത്. 15% മുതൽ 30% വരെ ചാർജ് ഈടാക്കാനുള്ള ഗൂഗിളിന്റെ തീരുമാനം നടപ്പാക്കരുതെന്ന് നേരത്തെ ഉത്തരവുണ്ടായിരുന്നു. ഇൻ-ആപ്പ് പേയ്മെന്റുകൾക്ക് 11% മുതൽ 26% വരെ ഫീസ് ചുമത്തുന്നതിൽ ഗൂഗിളിനെ തടയാനുള്ള ചില ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളുടെ ശ്രമമാണ് തർക്കത്തിൽ കലാശിച്ചത്. എന്നാൽ ഇൻ-ആപ്പ് സേവനങ്ങൾക്ക് ഫീസ് ഈടാക്കാനും തുക നൽകിയില്ലെങ്കിൽ ആപ്പുകൾ നീക്കം ചെയ്യാനുമുള്ള 2 കോടതി ഉത്തരവുകൾ ഗൂഗിൾ സമ്പാദിച്ചിരുന്നു. അതിലൊന്ന് ഉത്തരവിട്ടത് സുപ്രീം കോടതിയാണ്. ഗൂഗിൾ പ്ലേയിൽ ലഭിക്കുന്ന വലിയ സേവനത്തിന് ചില ഇന്ത്യൻ കമ്പനികൾ പണം നൽകുന്നില്ലെന്ന് വെള്ളിയാഴ്ച ഗൂഗിൾ വ്യക്തമാക്കിയിരുന്നു. ഗൂഗിളിന്റെ നീക്കത്തിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി ഉണ്ടായത് Matrimony.comനാണ്. അവയുടെ 150-ൽ പരം ആപ്പുകളാണ് പ്ലേ സ്റ്റോറിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടത്. എല്ലാ ആപ്പുകളും പ്ലേ സ്റ്റോറിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിരിക്കുകയാണെന്നും ഇത് ബിസിനസ്സിൽ തടസ്സമുണ്ടാക്കുമെന്നും Matrimony.comന്റെ സ്ഥാപകൻ മുരുകവേൽ ജാനകിരാമൻ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോട് പറഞ്ഞു. ഇത് ദീർഘകാലത്തേക്ക് തുടർന്നാൽ ഞങ്ങളുടെ വരുമാനത്തിൽ വലിയ ഇടിവുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉദ്യോഗാർത്ഥികളെ ജോലി കണ്ടെത്താൻ സഹായിക്കുന്ന ആപ്ലിക്കേഷനായ നൗകരിയും മറ്റൊരു റിയൽ എസ്റ്റേറ്റ് സെർച്ച് ആപ്പായ 99 ഏക്കേഴ്സും സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളായ ഓൾട്ട് ബലാജി, സ്റ്റേജ്, ആഹ, ഡേറ്റിംഗ് ആപ്പുകളായ ട്രൂലി മാഡ്ലി, ക്യുക്ക്, ഓഡിയോ കണ്ടന്റ് പ്ലാറ്റ്ഫോം കുക്കു FM, സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആപ്പ് FRND എന്നിവയൊക്കെയാണ് നീക്കം ചെയ്തതെന്ന് മണി കൺട്രോളിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ചില നയപരമായ പ്രശ്നങ്ങളെ തുടർന്ന് 2020-ൽ പേയ്മെന്റ് ആപ്പായ പേടിഎമ്മിനെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഗൂഗിൾ നീക്കം ചെയ്തിരുന്നു. ഇതിന്റെ പിന്നാലെയാണ് ഗൂഗിളിനെ ചോദ്യം ചെയ്ത് സ്റ്റാർട്ടപ്പ് മേഖല നിയമ നടപടി സ്വീകരിച്ചത്. ഇതിനിടെ മാട്രിമോണി ആപ്പായ ഷാദി.com, ജോലി കണ്ടെത്താൻ സഹായിക്കുന്ന നൗകരി, നൗകരി റിക്രൂട്ടർ, നൗകരി ഗൾഫ് ജോബ് സെർച്ച് ആപ്പ്, 99 ഏക്കേഴ്സ്, ശിക്ഷ എന്നിവയുൾപ്പെടെ ഇൻഫോ എഡ്ജിന്റെ 5 മൊബൈൽ ആപ്ലിക്കേഷനുകൾ നിലവിൽ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷമായി ലോകത്തെമ്പാടുമുള്ള ആപ്പ് ഡെവലപ്പർമാർ ഗൂഗിളിൽ അതൃപ്തരാണ്. കാരണം അവരുടെ ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ ലിസ്റ്റ് ചെയ്യാൻ ഗൂഗിൾ വലിയ തുക ഈടാക്കുന്നു. അതോടൊപ്പം ചില നിയമങ്ങളും പാലിക്കേണ്ടതുണ്ട്. അടുത്തിടെ ഗൂഗിൾ അവർ ഈടാക്കുന്ന തുകയുടെ അളവ് കുറച്ചെങ്കിലും ഇപ്പോഴും അത് വളരെ കൂടുതലാണെന്ന് ഡെവലപ്പർമാർ പ്രതികരിക്കുന്നു.